തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാളഗ്രാമ പൊതിഞ്ഞ കടുശർക്കര യോഗത്തിൽ സ്വർണപ്പാളികളിൽ തീർത്ത അനന്ത പത്മനാഭ വിഗ്രഹം, അതിൽ പൂജയോ അർച്ചനയോ ഒന്നും പാടുള്ളതല്ല. ആകെ പൂക്കൾ, കാലിൽ പൂക്കൾ തിരികെ വയ്ക്കുകയും ജലം ചേർന്ന ഒന്നും അതിനകത്തേക്ക് അഭിഷേകമായോ ഒന്നും പാടുള്ളതല്ല. ഇതേപോലെ കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിൽ കടുശർക്കര യോഗത്തിൽ ഉള്ള അവിടെയാണ് ബബിത എന്ന മുതലയോടുള്ള ഒരു ക്ഷേത്രമുള്ളത്, കാസർഗോഡ്. അവിടെ നിന്നാണ് വില്വമംഗലം സ്വാമിയാർ തിരുവനന്തപുരത്തേക്ക് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ പുറം കൈകൊണ്ട് തട്ടി. നമ്മൾ സാധാരണ പറയാറുണ്ട്, കപില പശുക്കളെ പുറം കൈകൊണ്ട് തൊടരുത്. ഈ തർപ്പണാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറം കൈകൊണ്ട് മാറ്റരുത്. അതുപോലെ കൊച്ചുകുട്ടികളെ പുറം കൈകൊണ്ട് മാറ്റരുത്. അവർ ഈശ്വരൻ്റെ പ്രതിനിധികളാണ് എന്ന ഭാവത്തിലാണ് നമ്മൾ പുറം കൈകൊണ്ട് തട്ടുന്നത്. ഇവിടെ വില്വമംഗലം സ്വാമിയാർ സഹിക്കവയ്യാതെ കുട്ടിയുടെ കുസൃതി കൊണ്ട് അറിയാതെ പുറം കൈ കൊണ്ട് തട്ടിപ്പോ മാറ്റിയതാണ്. അപ്പോൾ സാക്ഷാൽ അനന്തപത്മനാഭനായ മൂർത്തി വില്വമംഗലം സ്വാമിയാരോട് പറഞ്ഞു, ഇനി എന്നെ കാണാൻ അനന്ത കാട്ടിൽ, തിരുവനന്തപുരത്ത് അനന്തൻകാടുണ്ട്, അവിടെ വന്നാൽ കാണാം എന്ന് പറഞ്ഞ് മറഞ്ഞു. ആ നിമിഷം തൊട്ട് സഹിക്കാൻ കഴിയാത്ത ഹൃദയവിതയോടുകൂടി വില്വമംഗലം സ്വാമിയാർ യാത്ര തിരിച്ചു. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ അവരുടെ കൊച്ചുമോനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനന്തൻകാട്ടിൽ കളയും. ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടാണ് വില്വമംഗലം സ്വാമിയാർ അനന്തൻകാട് കണ്ടെത്തിയതും അവിടെ അനന്തശായിയായ നമ്മളുടെ രണ്ട് നേത്രങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിപ്പത്തിൽ അനന്തപത്മനാഭനെ ദർശിച്ചത്. വില്വമംഗലം സ്വാമിയാരുടെ പ്രാർത്ഥന ശ്രവിച്ച അനന്തപത്മനാഭൻ 18 അടി നീളത്തിൽ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് പൂജിച്ചു കൊള്ളാൻ അനുവാദം കൊടുത്തതിൻ്റെ രീതി അനുസരിച്ചാണ് സാളഗ്രാമ ഉള്ളിലും സ്വർണപ്പാളികളും ചേർന്ന് ഇന്നത്തെ അനന്തപത്മനാഭസ്വാമി വിഗ്രഹം 3 രീതിയിലാണ് ദർശിക്കുന്നത്. പാദം, തല, മധ്യഭാഗം. മധ്യഭാഗത്ത് നാഭിയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബ്രഹ്മാവിനെയാണ്. പാദത്തിൽ എപ്പോഴും ഒരു പുഷ്പം വെച്ചിരിക്കും. തലഭാഗത്തിൽ കിരീടവും അവിടെ ശിവലിംഗത്തിലേക്ക് അർച്ചിക്കുന്ന ഇടത്തെ കൈയിൽ. ഇങ്ങനെയാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹഭാവം. 5 അടി പൊക്കമുള്ള അനന്താസനനായ, എന്ന് വെച്ചാൽ ഒരു കാല് മടക്കി അനന്തൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു, മറ്റൊരു കാല് താഴ്ത്തി അനന്തൻ്റെ ഒരു ഭാഗത്ത് സ്പർശിക്കാവുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു. 5 അടി പൊക്കമുള്ള അനന്താസനനായ ഭഗവാന്റെ പഞ്ചലോഹം കൊണ്ടുള്ളതാണ് തൃപ്പൂണിത്തുറ
പൂർണ്ണത്രയീശ വിഗ്രഹം. വാമം പാദം പ്രസാര്യ എന്ന ധ്യാനം വലത്തെ കാല് മുകളിലേക്ക് കയറ്റി വെച്ചും വലത്തെ കൈപ്പത്തി വലത്തെ മുട്ടിൽ മലർത്തി വെച്ചും ഇരിക്കുന്ന മുട്ടിൽ മലർത്തി വെച്ചുമാണ് ഇരിക്കുന്ന ഭാവത്തിലായതുകൊണ്ട് മുട്ടിലിൻ്റെ മുകളിൽ മലർത്തി വെച്ചിരിക്കുകയാണ്. ഇടത്തെ കാല് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇടത്തെ കൈ അനന്താസനത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അനന്തൻ്റെ മേലാണ് വെച്ചിരിക്കുന്നത് ഇടത്തെ കൈ. ബാക്കി രണ്ട് കൈകളിൽ ശംഖും ചക്രവും ധരിച്ചുകൊണ്ടും ഇതാണ് ധ്യാനഭാവം. ഇതുകൂടാതെ വേറെ രണ്ട് വിഗ്രഹങ്ങൾ കൂടി പീഠത്തിനുണ്ട്. ഒരേ പീഠത്തിലാണ് 3 വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്. ഒന്ന് ചതുർബാഹുവായ തിടമ്പ് എന്ന് പറയുന്ന ശിവേരി വിഗ്രഹം. ആനപ്പുറത്തൊക്കെ തിടമ്പ് എഴുന്നള്ളിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ്. മിക്കപ്പോഴും പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഒരു ആന എപ്പോഴും ഉണ്ടാവാറുണ്ട്. ആന കൊട്ടിലുണ്ട്. ആനയ്ക്ക് നിൽക്കാനും ഭക്ഷണം കഴിക്കാനും കുളിപ്പിക്കാൻ സൗകര്യങ്ങളോട് കൂടിയതാണ് അവിടുത്തെ ആനക്കൊട്ടിൽ. ചതുർബാഹുവായ തടമ്പ് എന്ന് പറയുന്ന ശിവേരി വിഗ്രഹവും അഥവാ ഉത്സവമൂർത്തി, ഇതിനെയാണ് നമ്മൾ ഉത്സവമൂർത്തി എന്ന് പറയുന്നത്. ഉത്സവക്കാലത്ത് നവകം ആടുന്നതാണ് മൂന്നാമത്തെ വിഗ്രഹം. ഇരുവശങ്ങളിലുമായി ലക്ഷ്മീദേവിയും ഭൂമിദേവിയുമുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹം. അങ്ങനെയാണെങ്കിൽ മൂലവിഗ്രഹം, ഉത്സവ വിഗ്രഹം, അഭിഷേക വിഗ്രഹം എന്ന തമിഴ്നാട്ടിൽ പ്രചാരമുള്ള 3 തരം വിഗ്രഹങ്ങളും തൃപ്പൂണിത്തുറയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. തൃപ്പൂണിത്തുറയിലെ ദർശനവിധികളെക്കുറിച്ച് പറയുമ്പോൾ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പൊതുവെ 4 പ്രദക്ഷിണം എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അങ്ങനെയല്ല. അശ്വത്ഥം രേണുകാഖ്യാം എന്ന ദർശനവിധി ശ്ലോകപ്രകാരം ആദ്യം പുറത്ത് മതിൽക്കകത്ത് 1 പ്രദക്ഷിണവും പിന്നീട് അകത്ത് 1 പ്രദക്ഷിണവും പിന്നെ പുറത്ത് 1 പ്രദക്ഷിണവും കൂടി അങ്ങനെ ആകെ 3 പ്രദക്ഷിണമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്.